ഹായ് ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു അവർ ചാനൽ ടാരാസ് ടാരോട്ട്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിലൂടെ എന്തൊക്കെ ചിന്തകളാണ് നിങ്ങളെക്കുറിച്ച് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്, അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കാൻ റെഡിയാണോ, അങ്ങനെ റെഡിയാണെങ്കിൽ എന്താണ് അവർ നിങ്ങൾക്ക് വേണ്ടിയും ഈ ഒരു ബന്ധത്തിന് വേണ്ടിയിട്ടും എടുക്കാൻ പോകുന്ന ആക്ഷൻ എന്നാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് ആ സമയം തൊട്ട് നിങ്ങൾക്കിത് വാലിഡ് ആകുന്നതായിരിക്കും. അതുപോലെ തന്നെ ജനറൽ റീഡിംഗ് ആയത് കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഒരുപോലെ റെസനേറ്റ് ആകണമെന്നില്ല. എന്താണോ നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്ന കാര്യങ്ങൾ അത് മാത്രം നിങ്ങൾ എടുക്കുക. അതുപോലെ തന്നെ ഇതിൽ പറയുന്ന പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്ട് ചെയ്യുക. നെഗറ്റീവ് കാര്യങ്ങൾ ഒരിക്കലും ഫോഴ്സ്ഫുള്ളി ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യാൻ ശ്രമിക്കരുത്. ഓക്കെ, അതുപോലെ തന്നെ എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ആ ഒരു രീതിയിൽ മാത്രം എടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക, അവരുമായിട്ട് സ്പെൻഡ് ചെയ്ത് നല്ല നല്ല മൂമെൻറ്റ്സ് ഓർത്തെടുക്കാൻ ശ്രമിക്കുക. അതിനുശേഷം വീഡിയോയിലേക്ക് കാണാൻ ശ്രമിക്കുക. ഓക്കെ, The High Priestess, The World Card. വേൾഡ് കാർഡ് നമുക്കിവിടെ യൂട്യൂബിൽ കാണിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ തിരിച്ചു വെച്ചിട്ടുണ്ട്. Two of Pentacles, Lovers Card. Lovers Card ഓൾസോ നമുക്കിവിടെ യൂട്യൂബ് അലോ ചെയ്യുന്നതല്ല കാണിക്കാൻ. Five of Swords, Queen of Pentacles, Five of Wands, Seven of Wands ആണ് നമുക്ക് ബോട്ടം ഓഫ് ദ ഡെക്ക് ലഭിച്ചിരിക്കുന്നത്. ടെമ്പറൻസ് കാർഡ് ഉണ്ട്, അതുപോലെ മൂൺ എനർജി, എയ്റ്റ് ഓഫ് വാൻഡ്സ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്കിവിടെ ലഭിച്ചിരിക്കുന്ന സ്പ്രെഡ്. നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ വ്യക്തി ഒരു ഫെമിനൻ എനർജി ഉള്ള ഒരു വ്യക്തിയാണെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. അതായത് അവരുടെ എനർജിയിൽ കൂടുതലും ഫെമിനൻ എനർജിയാണ് കാണിക്കുന്നത്. നമുക്കിവിടെ ഹൈ പ്രീസ്റ്റസ് കാർഡാണ് വന്നിട്ടുള്ളത്. നമുക്ക് അറിയാം ഒരു മാസ്കുലൻ എനർജി അതുപോലെ തന്നെ ഫെമിനൻ എനർജി, രണ്ട് എനർജീസാണ് ഉള്ളത്. അതൊരിക്കലും നമ്മളൊരു ജനറൽ വൈസ് പറയുന്നതല്ല. ഒരുപക്ഷെ മെൻ ആണെങ്കിൽ മേ ബി മാസ്കുലൻ എനർജി തന്നെ ഉണ്ടാകണമെന്നില്ല, അവരിൽ ഫെമിനൻ എനർജി കൂടുതൽ കണ്ടേക്കാം. അതുപോലെ നേരെ ഓപ്പോസിറ്റും ഉണ്ടാകാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൺ എനിക്ക് ഇവിടെ കൂടുതലും ഫീൽ ചെയ്യുന്നത് ഒരു ഡിവൈൻ ഫെമിനൻ എനർജീൻ്റെ ഒരു എനർജി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തി വളരെയധികം ഇൻഡ്യൂഷൻ പവറുള്ള ഒരു വ്യക്തിയാണെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഒരുപക്ഷെ നിങ്ങളുടെ വ്യക്തി ഒരു ടീച്ചർ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു കൗൺസിലർ, അങ്ങനെ എന്തെങ്കിലും ആകാനുള്ള ഒരു ചാൻസ് കൂടി എനിക്ക് മനസ്സിലാകുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തി വളരെ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കാം. അതായത് ഫിസിക്കൽ അല്ലെങ്കിൽ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള തിങ്സിനേക്കാളും കൂടുതൽ സ്പിരിച്വാലിറ്റിയിലേക്ക് ചിന്തിക്കുന്നവരും സ്പിരിച്വാലിറ്റിയിലേക്കുമായി അടുത്തവരുമായിട്ടാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. അതുപോലെ തന്നെ അവരുടെ മനസ്സിൽ പല പല കാര്യങ്ങളും ഹിഡനായി കിടക്കുന്നുണ്ട്. അവരെ കുറിച്ചിട്ടുള്ള ഒന്നും നിങ്ങൾക്ക് അറിയില്ല എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. അതായത് ഒരു പക്ഷേ അവരെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളൊന്നും നിങ്ങളോട് അവർ ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ടാകില്ല. അതായത് നിങ്ങൾക്ക് അവരെ അറിയാം, പക്ഷേ പൂർണ്ണമായിട്ടും നിങ്ങൾ അവരെ മനസ്സിലാക്കിയിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നിങ്ങളെ മുന്നിൽ കാണിക്കുന്നത്
ഒരു പ്രാക്ടിക്കലായിട്ടുള്ള അവരുടെ കാര്യങ്ങളും, അതായത് ഒരു ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. പക്ഷെ അവർ ആത്മീയപരമായിട്ട് വളരെയധികം ഹൈ ലെവലിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് സെക്കൻഡ് കാർഡ് വന്നിട്ടുള്ളത് വേൾഡ് കാർഡാണ്. വേൾഡ് കാർഡ് ഇവിടെ പറയുന്നത് അവരിപ്പോൾ ഒരു ട്രാവലിങ്ങിലാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ഹോപ്പ് അവർക്കുണ്ട്. നിങ്ങളുമായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകണം, അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിന് നല്ലൊരു ഗ്രോത്ത് വേണം എന്നൊക്കെ അവരിപ്പോൾ ചിന്തിക്കുന്നുണ്ട്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു നിങ്ങൾ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ഉള്ളവരായിരിക്കാം ഇതിൽ കൂടുതലും ആൾക്കാർ റീഡിങ് കാണുന്നത്. അതുപോലെ എന്താ പറയുക, നിങ്ങളുടെ വ്യക്തി ട്രാവൽ ചെയ്ത് നിങ്ങളെ കാണാൻ വരുന്ന ഒരു എനർജിയും എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ രണ്ടാൾക്കാരും 2 കൺട്രീസിലായിരിക്കാം, അല്ലെങ്കിൽ 2 സിറ്റീസിലായിരിക്കാം. അങ്ങനെ ഒരു സിറ്റുവേഷനാണ്, ഒരു സിനാരിയോ എനിക്കിവിടെ ഫീൽ ചെയ്യുന്നു. അതായത് നിങ്ങളുടെ വ്യക്തിയും നിങ്ങളും തമ്മിലൊരു ലോങ് ഡിസ്റ്റൻസ് ആണ്. അതുകൊണ്ട് തന്നെ അവർ നിങ്ങളെ ട്രാവൽ ചെയ്ത് മീറ്റ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ഒരു നിങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ അവരുടെ കരിയർ റിലേറ്റഡ് ആയിട്ടും അല്ലെങ്കിൽ ഫിനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ കൂടി അവർ ഫോക്കസ് കൊടുക്കുന്നുണ്ട്. അതായത് അവർക്ക് 2 പ്രയോറിറ്റീസാണ് അവരുടെ മുന്നിൽ ഇപ്പോൾ ഉള്ളത്. അതിലൊരു ഭാഗത്ത് നിങ്ങളും മറുഭാഗത്ത് അവരുടെ കരിയർ അല്ലെങ്കിൽ ഫിനാൻസ് അല്ലെങ്കിൽ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുമായിട്ടാണ് അവരിപ്പോൾ മുന്നോട്ട് പോകുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി അവർ വളരെയധികം ടൈം മാനേജ്മെൻറ്റ് ചെയ്യുന്നതായിട്ടും എനിക്കിവിടെ മനസ്സിലാകുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരുപക്ഷെ പല ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും പാസ്റ്റിൽ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാകാം. നമുക്കിവിടെ 5 ഓഫ് സോഴ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ 5 ഓഫ് വാൺസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഡെഫിനറ്റ്ലി നിങ്ങൾക്കിടയിൽ ഒരു കോൺഫ്ലിക്റ്റും കാര്യങ്ങളും അല്ലെങ്കിൽ ഒരു എന്താ പറയുക അണ്ടർസ്റ്റാൻഡ് ഇല്ലാത്തൊരു സിറ്റുവേഷനൊക്കെ ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. പിന്നെ നിങ്ങൾ തമ്മിൽ ഒരു പക്ഷേ സംസാരത്തിനിടയിൽ വളരെയധികം മോശം രീതിയിൽ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ബിഹേവ് ചെയ്തിട്ടുണ്ടാകാം. അതായത് അബ്യൂസീവ് വേർഡ്സൊക്കെ നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടാകാം. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തിയാകാനാണ് എനിക്ക് തോന്നുന്നത്. അതായത് നിങ്ങളുടെ വ്യക്തിയായിരിക്കാം കൂടുതൽ ഈ ഒരു പ്രോബ്ലത്തിന് കാരണം. അതുപോലെ തന്നെ നിങ്ങളെ വളരെയധികം ഇറസ്പെക്റ്റീവോട് കൂടി നിങ്ങളോട് ബിഹേവ് ചെയ്തിട്ടുണ്ടാകാം. അതൊന്നും നിങ്ങൾക്ക് വളരെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമായിരിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിപ്പോൾ ഒരു എന്താ പറയുക, നിങ്ങളുടെ വ്യക്തിയോട് അധികം മുന്നേ കാണിച്ചതുപോലെയുള്ള ഒരു സ്നേഹമോ അല്ലെങ്കിൽ ഒരു കെയറിങ്ങോ അതൊന്നും എനിക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിയോട് ഫീൽ ചെയ്യുന്നില്ല എന്നതാണ് എനിക്ക് മനസ്സിലാകുന്നത്. പക്ഷെ നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ നിങ്ങളെ കാണുന്നത് ലവേഴ്സ് എനർജിയാണ് നമുക്കിവിടെ പറയാൻ പറ്റും. അതായത് ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ അല്ലെങ്കിൽ ഒരു സോൾമേറ്റ് കണക്ഷൻ തന്നെയാണ് എന്നാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷേ നിങ്ങളെ നമുക്കിവിടെ ഓവറോൾ എനർജി 7 ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. നിങ്ങളുടെ മനസ്സിലൂടെ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ പറ്റിച്ചു അല്ലെങ്കിൽ ചതിച്ചു, ചീറ്റ് ചെയ്തു എന്നൊക്കെയാണ് നിങ്ങൾക്കിപ്പോൾ തോന്നുന്നത്. അതായത് ഒരുപക്ഷെ അവരുടെ ബിഹേവിയർ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവർ നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം. അത് നിങ്ങൾ അറിഞ്ഞു കാണും. അതിനൊക്കെ തുടർന്നായിരിക്കാം ഒരുപക്ഷെ നിങ്ങൾക്കിടയിൽ ഈ ലെസ് കോണ്ടാക്ട് അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ വന്നിട്ടുണ്ടാകുക. പക്ഷെ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഒരു ക്യൂനായിട്ട് തന്നെയാണ് കാണുന്നത്. ക്യൂൻ ഓഫ് പെൻഡിക്സ്. അതായത് നിങ്ങൾ വളരെയധികം നാച്ചുറിങ് ക്യാരക്ടറുള്ള ഒരു വ്യക്തിയാണ്. നിങ്ങൾ വളരെയധികം അവരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാകാം. മെൻ്റലി ആണെങ്കിലും അതുപോലെ തന്നെ ഫിനാൻഷ്യലി ആണെങ്കിലും മെറ്റീരിയലിസ്റ്റിക് ആയിട്ടും സ്പിരിച്വലി നിങ്ങൾ 2 തരത്തിലും മെൻ്റലി നിങ്ങൾ വളരെയധികം അവരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ലേഡിയാണ്. അത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ജോലി ഉണ്ടാകാം, നിങ്ങൾ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിരിക്കാം, അതുപോലെ തന്നെ സൊസൈറ്റിയിൽ ഒരു നല്ല നിലയും വിലയുള്ള ഒരു വ്യക്തിയായിരിക്കാം. അതൊക്കെ കൊണ്ട് തന്നെ നിങ്ങൾ ഒരു വളരെയധികം സെക്യൂർ ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ കാണുന്നത്. ഓക്കെ, പക്ഷേ നിങ്ങൾക്കാണ് ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിയെ സംശയം, അതുപോലെ തന്നെ പണ്ടത്തെ ആ ഒരു ഇഷ്ടമൊന്നും നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിയോട് ഉള്ളതായിട്ട് എനിക്കിവിടെ മനസ്സിലാകുന്നില്ല.
അതായത് നിങ്ങൾ മുന്നേ നിങ്ങളുടെ വ്യക്തിയെ വളരെയധികം ചേസ് ചെയ്ത് പോയിട്ടുണ്ടാകാം. അപ്പോൾ അവർ റണ്ണ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഇപ്പോൾ നേരെ ഓപ്പോസിറ്റാണ്. അതായത് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ചേസ് ചെയ്യാൻ നിൽക്കുന്നു എന്നുള്ളതാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. നിങ്ങളാണിപ്പോൾ റണ്ണർ സിറ്റുവേഷനിൽ എനിക്കിവിടെ കാണുന്നത്. ഓക്കെ, അതുപോലെ നിങ്ങൾക്കിടയിൽ എന്തോ ഒരു ചീറ്റിംഗ് സംഭവിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിൽ ആരോ ഒരാൾ ചീറ്റ് ചെയ്തിട്ടുണ്ട്. അതിലെനിക്ക് കൂടുതലും തോന്നുന്നത് നിങ്ങളുടെ വ്യക്തി ആയിരിക്കാം നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുണ്ടാകുക. ആ ഒരു കാര്യം നിങ്ങൾ തിരിച്ചറിഞ്ഞു, അത് നിങ്ങളുടെ വ്യക്തി അറിയുകയും ചെയ്തു. നിങ്ങൾ അറിഞ്ഞു എന്നുള്ള കാര്യം നിങ്ങളുടെ വ്യക്തിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവർക്കിപ്പോൾ ഒരു ഗിൽട്ടി ഫീലിംഗ് ആണ് എന്ന് എനിക്ക് മനസ്സിലാകുന്നത്. പക്ഷെ അവർക്ക് നിങ്ങളോട് വളരെയധികം ഒരു സോൾമേറ്റ് കണക്ഷൻ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അവർ മറ്റ് ഓപ്ഷനുകളെ തേടി പോയിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ അവർക്കിടയിൽ എന്തെങ്കിലും തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതൊരു എന്താ പറയുക, ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഫിസിക്കലി നീഡ്സിന് വേണ്ടി മാത്രമായിരുന്നു. ഒരിക്കലും ഉള്ളു തുറന്ന് നിങ്ങളുടെ വ്യക്തി ഒരു തേർഡ് പാർട്ടിയെയും സ്നേഹിച്ചിട്ടില്ല. അല്ലെങ്കിൽ വേറെ എന്ത് സിറ്റുവേഷനാണോ, അതായത് നിങ്ങളെ പൂർണ്ണമായിട്ടും തള്ളിക്കളഞ്ഞ് നിങ്ങളുടെ വ്യക്തി ഒരു തേർഡ് പാർട്ടിയിലേക്ക് പോയിട്ടില്ല എന്നതാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. പക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ അവർ ചെയ്തിട്ടുണ്ടാകാം. അതായത് നിങ്ങൾ ഒരു ഫിസിക്കൽ നീഡ്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളെ അവോയ്ഡ് ചെയ്തിട്ട് നിങ്ങളെ ഇഗ്നോർ ചെയ്തിട്ടുണ്ടാകാം. മറ്റൊരു വ്യക്തിയെ കണ്ടപ്പോൾ അവരുടെ പുറകെ പോയിട്ടുണ്ടാകാം. അതൊക്കെ നിങ്ങൾ അറിഞ്ഞു. പക്ഷെ ആ ഒരു വ്യക്തി അങ്ങനെ ഒരു തേർഡ് പാർട്ടിയിൽ പോയിട്ടുണ്ടെങ്കിലും അത് അവരുടെ ഒരു തൽക്കാല ആശ്വാസത്തിന് വേണ്ടി മാത്രമായിരുന്നു പോയിട്ടുള്ളത്. ഇപ്പോൾ ആ തേർഡ് പാർട്ടികൾക്കിടയിൽ അവരൊരു സാറ്റിസ്ഫാക്ഷനും അവർക്കില്ല. അവർക്കിടയിൽ ഇപ്പോൾ വളരെയധികം വഴക്കുകളും കാര്യങ്ങളും തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പം നിങ്ങളിലേക്ക് തിരികെ വരണം എന്ന് ആഗ്രഹിക്കുന്നത്. നമുക്കിവിടെ ടെമ്പറൻസിൻ്റെ കാർഡ് വന്നിട്ടുണ്ട്. അതായത് ഒരു ബാലൻസ് വേണം, ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ബാലൻസ് വേണം എന്ന് അവർക്കിപ്പോൾ കരുതുന്നത്. അതായത് നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും ഹിഡൻസ് ആയിട്ട് നടന്നിട്ടുണ്ടെങ്കിൽ, ഹിഡൻലി എന്തെങ്കിലും, അതായത് നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടുണ്ടാകില്ല, മറച്ചു വെച്ച ചില കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ആ ഹിഡൻ സീക്രട്ടുകളൊക്കെ നിങ്ങളുടെ ഓപ്പൺ ആയിട്ട് പറയുകയും നിങ്ങൾക്കിടയിൽ ഈ റിലേഷൻഷിപ്പ് നല്ല ബാലൻസോടെ കൊണ്ടുപോകണം എന്നൊക്കെയാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നത്. ഓക്കെ, ഡെഫിനറ്റ്ലി ഇവിടെ ഒരു ചീറ്റിംഗ് എനർജി നടന്നിട്ടുണ്ട്, എനിക്കത് മനസ്സിലാകുന്നുണ്ട്. അതായത് നമുക്ക് 7 of Wands എനർജി ഉണ്ട്, അതുപോലെ തന്നെ 5 of Wands, 5 of Swords. ഓക്കെ, പക്ഷെ നിങ്ങളുടെ വ്യക്തി അത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. നിങ്ങളെ അവരുടെ അതായത് ഒരു സോൾമേറ്റ് അല്ലെങ്കിൽ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനായിട്ട് നിങ്ങളെ തന്നെയാണ് അവർ ഇഷ്ടപ്പെടുന്നത്. മറ്റുള്ള തേർഡ് പാർട്ടീസൊക്കെ അവർക്കുള്ളൊരു നേരം പോക്ക് മാത്രം, അല്ലെങ്കിൽ അവർക്കൊരു എന്താ പറയുക, നമ്മളൊരു ക്രഷ് തോന്നില്ലേ, ആ ഒരു രീതിയിൽ മാത്രമാണ് അവർ ലൈഫിലേക്ക് വന്നിട്ടുള്ളത്. പക്ഷേ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരുടെ ഇടയിൽ അങ്ങനെ വന്നു കഴിഞ്ഞാലും അത് നമുക്ക് വളരെയധികം ഫീൽ ചെയ്യും. പക്ഷെ അതൊക്കെ അവർക്ക് നിങ്ങളുടെ വ്യക്തിക്ക് തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയൊരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് അവർ പോകാൻ വഴിയില്ല എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. നമുക്ക് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് വീണ്ടും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം എന്താണ് സിറ്റുവേഷൻ എന്നുള്ളത്. അപ്പോൾ നമുക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് റൊമാൻസ് ഏഞ്ചൽസ് എന്തെങ്കിലും ഗൈഡൻസ് തരുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. Please guide me, romance angel. Please guide me. പ്ലേഫുൾനെസ് എനർജി തന്നെ ഡെഫിനറ്റ്ലി നമുക്ക് ഈ റീഡിങ്ങിൽ കിട്ടിയ സെയിം കാർഡ് തന്നെയാണ് റൊമാൻസ് ഏഞ്ചൽസും ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഗൈഡൻസ്. ഓക്കെ, അതായത് ഒരു പ്ലേഫുൾനെസ്സിൻ്റെ എനർജി ഇതിൽ എനിക്ക് കാണുന്നുണ്ട്. അതായത് ഒരു ചീറ്റിംഗ് എനർജി. നിങ്ങളുടെ വ്യക്തി ആത്മാർത്ഥമായിട്ട് നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും അവർക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതായത് അവർ മറ്റുള്ളവരോടൊക്കെ ഒരു പ്ലേഫുൾനെസ് എനർജിയോട് കൂടിയാണ് പെരുമാറുന്നത്. അവർക്ക് ഒന്നിലും നിങ്ങളോട് സീരിയസ് ആണെങ്കിൽ പോലും അവർക്ക് സീരിയസ് അല്ലാത്ത തരത്തിലുള്ള പല ബന്ധങ്ങളും ഉണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. പക്ഷെ അത് അവരിപ്പോൾ തിരിച്ചറിയുന്നുണ്ട്. അതായത് നിങ്ങളെ ഒരുപക്ഷെ നഷ്ടപ്പെടും, അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ പോയി കഴിഞ്ഞാൽ ഈ ഒരു ബന്ധത്തിൽ നിന്ന് നിങ്ങൾ മൂവ് ഓൺ ചെയ്യും എന്നുള്ളത് അവരിപ്പോൾ തിരിച്ചറിയുന്നു, മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ
അവരൊരു ചേഞ്ച് ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് ഒരു ബാലൻസ് ഈ ഒരു റിലേഷൻഷിപ്പിൽ കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്കിവിടെ ലഭിച്ചിരിക്കുന്ന ഇത് എന്താ പറയുക റീഡിങ്. അപ്പോൾ നമുക്കിതിൽ എന്തെങ്കിലും ക്ലൂസ് ഉണ്ടോ എന്ന് നോക്കാം. നിങ്ങൾക്ക് റെസണേറ്റ് ആവും കൂടുതൽ ക്ലൂസ് എടുക്കുമ്പോൾ. മകീരം നക്ഷത്രം, ലോങ് ഹെയർ, ഒരുപക്ഷെ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിക്കോ ലോങ് ഹെയർ ആയിരിക്കാം. സോഷ്യൽ മീഡിയ, ഒരുപക്ഷെ നിങ്ങൾ പരിചയപ്പെട്ടത് സോഷ്യൽ മീഡിയ വഴിയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയോ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. എബ്രോഡ്, ഒരുപക്ഷെ നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയോ എബ്രോഡ് ആയിരിക്കാം. തൃശ്ശൂർ പ്ലേസ് കിട്ടിയിട്ടുണ്ട്. മകൻ നക്ഷത്രം, ടാറ്റോ ലവർ, നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയോ ടാറ്റോ ലവർ ആയിരിക്കാം. മൂലം നക്ഷത്രം, കൊല്ലം ജില്ല. ഷോർട്ട് ഹെയർ ഉള്ളവരുണ്ടായിരിക്കാം. 1010 ഏഞ്ചൽ നമ്പർ കാണുന്നവരുണ്ടായിരിക്കാം. 1212 ഏഞ്ചൽ നമ്പർ കാണുന്നവരുണ്ടായിരിക്കാം. അതൊക്കെ യൂണിവേഴ്സിൻ്റെ ഒരു സൈനാണ് കേട്ടോ. അതൊക്കെ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ യൂണിവേഴ്സിനോട് ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കണം. അപ്പോൾ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ യൂണിവേഴ്സ് നടത്തി തരുന്നതായിരിക്കും. ഭരണി നക്ഷത്രം, 555 ഏഞ്ചൽ നമ്പർ. 2222 ഏഞ്ചൽ നമ്പർ. നമുക്കിവിടെ കൂടുതൽ ഏഞ്ചൽ നമ്പേഴ്സ് വന്നിട്ടുണ്ട്. ഏഞ്ചൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് നമുക്കൊരു ഒരു മെസ്സേജ്, യൂണിവേഴ്സിൻ്റെ ഒരു മെസ്സേജാണ്. യൂണിവേഴ്സിന് നിങ്ങളോട് പറയാനുള്ള കാര്യങ്ങൾ ഒരു മെസ്സേജായിട്ട് തരുന്നതാണ്. ഈ ഏഞ്ചൽ നമ്പേഴ്സിനൊക്കെ ഓരോന്നിനും ഓരോ മീനിങ്സ് ഉണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് റീഡിങ്ങിൽ പോലെ അല്ലെങ്കിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തു തരുന്നതായിരിക്കും. ചിത്തിര നക്ഷത്രം, കണ്ണൂർ ഡിസ്ട്രിക്ട്. ട്രിവാൻഡ്രം. രോഹിണി നക്ഷത്രം, 111 ഏഞ്ചൽ നമ്പർ. അത്തം നക്ഷത്രം, UAE, ഒരുപക്ഷെ UAEയിലുള്ളതായിരിക്കാം നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയോ. വയനാട്. രേവതി നക്ഷത്രം, പൂരം നക്ഷത്രം. കാർത്തിക നക്ഷത്രം, ചതയം നക്ഷത്രം. ആലപ്പുഴ. ഫെദേഴ്സ് കാണുന്നവരുണ്ടായിരിക്കാം, അതും ഒരു യൂണിവേഴ്സൽ സൈനാണ്. ഉത്രം നക്ഷത്രം, ആയില്യം നക്ഷത്രം, ഒരുപക്ഷെ നിങ്ങളുടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ നക്ഷത്രമായിരിക്കും. റെയിൻബോസ് കാണുന്നുണ്ടായിരിക്കാം. റെയിൻബോസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മളുടെ മാനിഫെസ്റ്റേഷൻ വർക്ക് ആകുന്നതിനുള്ള ഒരു സൂചനയായിട്ട് നമുക്ക് യൂണിവേഴ്സ് തരുന്ന സയൻസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കൺഫേം ആയിട്ട് നമ്മളതിന് ഒരു താങ്ക്സ് എപ്പോഴും യൂണിവേഴ്സിനോട് പറയണം. റിയൽ എസ്റ്റേറ്റ്, ഒരുപക്ഷെ റിയൽ എസ്റ്റേറ്റിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കാം നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയോ. പൂരാടം നക്ഷത്രം, ഉത്രട്ടാതി നക്ഷത്രം. പെറ്റ് ലവർ ആയിരിക്കാം ഇതിൽ റീഡിങ് കാണുന്നവരോ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയോ. അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിവിടെ ലഭിച്ചിരിക്കുന്ന ക്ലൂസ്. നിങ്ങൾക്കിത് റെസണേറ്റ് ആകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിൽ എനേബിൾ ഹിറ്റ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്കിനി പുതിയ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.